ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് വീഡിയോയുടെ അഞ്ചാമത്തെ പാർട്ടാണ്. അപ്പം ബാക്കി 4 പാർട്ട് ഞാൻ പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കണ്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് ഗേൾസിനോട് മിണ്ടാനുള്ള കോൺഫിഡൻസ്, ഗേൾസിനോട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സംസാരിക്കാനായാലും ഒന്നിനും കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് അർജുനോട് ചേർന്ന് ഒരുപാട് നേരം ഡിസ്കസ് ചെയ്താണ് ഇടുന്നത്. അതായത് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ നിങ്ങൾക്കൊന്ന് ഐഡിയ മനസ്സിലാക്കി തരണമെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവന് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോഴും സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി, സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള വീഡിയോക്കൊക്കെ വേണ്ടി. അപ്പോൾ ടോപ്പിക്കിലോട്ടോ, നിങ്ങൾ ഏത് സ്റ്റേജിലായാലും അവിടെ നിന്ന് അങ്ങനെ അടുത്ത ലെവലിലോട്ട് പോകാനുള്ള ഒരു ഐഡിയ ഇതിലുണ്ട്. അതായത് നല്ല ക്ലിയർ ആയിട്ടൊരു ഐഡിയ തരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലായാലും മൊത്തം 4 സ്റ്റേജാണ്. പെണ്ണുങ്ങളോട് മിണ്ടുന്ന കോൺഫിഡൻറ്റിൻ്റെ കാര്യത്തിൽ മൊത്തം 4 സ്റ്റേജാണ്. ഇത് നേരിട്ടുള്ള കാര്യമാണ്, മെസ്സേജോ ഇൻസ്റ്റാഗ്രാമൊന്നുമല്ല. നേരിട്ട് പോയി മിണ്ടുന്ന കാര്യത്തിൽ വെച്ചാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഗേൾസിനോട് മിണ്ടാനുള്ള കോൺഫിഡൻസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 4 ടൈപ്പ്. ഓക്കെ, ഈ വീഡിയോയിൽ 4 ടൈപ്പായിട്ടോ. ഒന്ന്, ഐ കോൺടാക്റ്റ് വയ്ക്കാൻ പോലും അറിഞ്ഞുകൂടാ, ആ ലെവലിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇതിലുണ്ട്. അതുപോലെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഐ കോൺടാക്റ്റൊക്കെ വയ്ക്കും, കുഴപ്പമൊന്നുമില്ല, നോക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതുവരെ ഒന്നും മിണ്ടിയിട്ട് പോലുമില്ല, അങ്ങോട്ട് ചെന്ന് മിണ്ടാറേ ഇല്ല, ഗേൾസിനോടൊന്നും അങ്ങോട്ടൊന്നും മിണ്ടാറേ ഇല്ല. ഒന്നിനും എന്ത് ഗതികേട് വന്നാലും ഗേൾസിനോട് മിണ്ടണമെന്നുള്ള രീതിയിൽ അതങ്ങ് മാറ്റി നിർത്തും. ഇപ്പോൾ ബസ്സിൻ്റെ സമയം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഒരു പെണ്ണ് അവിടെ നിൽപ്പുണ്ടായിരിക്കും, അവളോട് ചോദിക്കണമല്ലോ എന്ന് വെച്ച് മിണ്ടാറ് പോലുമില്ല, അങ്ങനത്തെ ടൈപ്പായിരിക്കും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിണ്ടിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് മിണ്ടിയിട്ടുണ്ട്. അതായത് ഒരു ഗതിയും ഇല്ലാത്തതുകൊണ്ട് പെണ്ണുങ്ങളോട് മിണ്ടിയിട്ടുണ്ട് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ചിലരുണ്ട്. അതായത് ഈ പെണ്ണുങ്ങളോട് മിണ്ടണമെന്ന് നോക്കിയുണ്ട്, മിണ്ടിയിട്ടേ ഇല്ല, പേടിയാണ്, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ല, ഇതില്ല. ഇപ്പം കാര്യം ഉള്ളതുകൊണ്ട് മാത്രം, അത്യാവശ്യം ഉള്ളതുകൊണ്ട് മാത്രം വേണ്ടിയിട്ടുണ്ട്. തമ്പാനൂരോട്ട് പോകുന്ന ബസ് ഇവിടെയാണോ നിർത്തുന്നത്, അല്ലെങ്കിൽ ട്രെയിൻ പോയോ, കോട്ടയത്തോട്ടുള്ള ട്രെയിൻ പോയോ, അല്ലെങ്കിൽ കുന്നംകുളത്തോട്ടുള്ള ബസ് ഇനി ഉണ്ടോ, അതുപോലെ അത്യാവശ്യം വരുമ്പോൾ മാത്രം പോയി മിണ്ടുന്നു. അതും എന്തൊക്കെയോ ഒരു മല ചോക്കാൻ പോകുന്ന പോലെ പോയിട്ട് തിരിച്ചു വരുന്നു, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നവരായിരിക്കും. അതല്ലെങ്കിൽ ജസ്റ്റ് മിണ്ടാറുണ്ട്, അതായത് ജസ്റ്റ് മിണ്ടാറുണ്ട് പക്ഷേ ഒന്നും അറിയത്തില്ല, വെറുതെ ജസ്റ്റ് മിണ്ടാറുണ്ട്, അതേ പറ്റുന്നുള്ളൂ, അല്ല അതിൽ കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. ജസ്റ്റ് അങ്ങോട്ട് പോയൊന്നും മിണ്ടാറില്ല, പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് മിണ്ടാൻ പറ്റുമെങ്കിൽ മിണ്ടാറുണ്ട്. വലിയ പേടിയോ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇങ്ങോട്ടൊക്കെ വന്ന് മിണ്ടുക, അല്ല പേന ചോദിക്കുന്നു, അല്ലെങ്കിൽ ടൈം ചോദിക്കുന്നു, അവരെന്തെങ്കിലുമൊക്കെ മിണ്ടുന്നെങ്കിൽ മിണ്ടാൻ പറ്റും. അതല്ലാതെ അതിനപ്പുറത്തോട്ട് ഒന്നും പറ്റുന്നില്ല. അങ്ങനത്തെ കാറ്റഗറി ആയിരിക്കും. ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് ബേസിക്കായിട്ടൊരു ഐഡിയ ഇവിടുന്നിട്ട് നിങ്ങൾ ഏത് ലെവലാണെങ്കിലും അടുത്ത ലെവലിലോട്ട് പോകാനുള്ള ഐഡിയ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഫസ്റ്റ് വീഡിയോ ഉണ്ടല്ലോ, നിങ്ങളുടെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തന്നില്ലേ, നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു സ്ട്രക്ചറുണ്ട്. അതേ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങളുടെ ക്യാരക്ടർ മാറ്റാൻ നിങ്ങളെ പഠിപ്പിച്ചല്ലോ ഒരു സ്ട്രക്ചർ, ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കണ്ടേര്. അതേ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കണം. നിങ്ങൾ ചിലപ്പോൾ മറക്കാൻ സാധ്യതയുണ്ട്. ഇത് കാരണം നിങ്ങൾ കണ്ടിരിക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കണ്ടിരിക്കണം. കാരണം ഞാനല്ല നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഗൈഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം കണ്ടു തന്നെ വരണം. അപ്പം ഗേൾസിനോട് മിണ്ടാനുള്ള കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ ആ സ്ട്രക്ചർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം എന്നിട്ട് നിങ്ങൾക്കൊരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞുതരാം. ആ ആറ്റിറ്റ്യൂഡിൽ വേണം നിങ്ങൾ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ഓക്കെ, ആദ്യം നമുക്ക് ഐ കോൺടാക്റ്റ് ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾക്ക് ഐ കോൺടാക്റ്റ് വയ്ക്കാൻ തന്നെ പേടിയാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ആ പേടിയോടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, കാണുന്ന പെണ്ണുങ്ങൾ ഐ കോൺടാക്റ്റ് വയ്ക്കാൻ പോവാണ്, അറിയാത്ത പെണ്ണുങ്ങൾ ഐ കോൺടാക്റ്റ് വയ്ക്കാൻ പോവാണ്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ട, അതായത് അവൾ നമ്മളെ നോക്കത്തില്ലേ, തിരിഞ്ഞ് നോക്കത്തില്ലേ, കോഴിയായിട്ട് വിചാരിക്കുമോ, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലേ, പുച്ഛിക്കുമോ, ഇതൊന്നും നമുക്കറിയണ്ട. കാരണം നമ്മൾ അവളെ പ്രേമിക്കാനല്ല പോകുന്നത്, നമ്മൾ അവളെ പ്രേമിക്കാനോ അവൾ നമ്മളെ നോക്കണമെന്നോ ഇതൊന്നുമല്ല നമ്മുടെ ആവശ്യം. നമ്മൾ ഐ കോൺടാക്റ്റ് വെച്ച് പഠിക്കാൻ പോവാണ്, അതിനൊരു പെണ്ണിനെ വേണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ കാണുന്ന പെണ്ണുങ്ങളെ, അതായത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആയിരിക്കണം. ഒരു സ്ട്രേഞ്ചർ, ഒരു അറിയാത്തൊരു പെണ്ണിനെ കണ്ടാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഈ പെണ്ണിൻ്റെ അടുത്ത് ഞാൻ ഐ കോൺടാക്റ്റ് വെച്ച് പഠിക്കാൻ പോവാണ്, ഐ കോൺടാക്റ്റ് വെച്ച് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഇവളെ ഞാൻ നോക്കുന്നത്. ഇനി നിങ്ങൾ പേടിക്കുമോ? ഇനി അവൾ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫക്റ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ അവൾ നിങ്ങളെ തിരിഞ്ഞ് നോക്കാതെ പോയി നിങ്ങളെ അത് ബാധിക്കുമോ? ഒരിക്കലും ബാധിക്കത്തില്ല. നിങ്ങളുടെ ഒരേ ഒരു ഗോള്, അവൾ തിരിഞ്ഞ് നോക്കുന്നുണ്ടോ നോക്കുന്നില്ല, ഈ മൈരൊന്നും നിങ്ങൾക്കറിയണ്ട. നിങ്ങളുടെ ഒരേ ഒരു ഗോള്, ഡെയിലി ഒരു 10 പെണ്ണുങ്ങൾ 20 പെണ്ണുങ്ങളെ നിങ്ങൾ ഐ കോൺടാക്റ്റ് വയ്ക്കണം. അതൊരു ബുക്കിൽ വല്ല എഴുതി വെച്ചോ. ഓക്കെ, ഇങ്ങനെ ആ പേടിയോടെ തന്നെ നിങ്ങളൊരു 100 പെണ്ണുങ്ങളെ നോക്കുമ്പോൾ ആ പേടി കുറയും, തന്നെത്താനെ കുറയും. കാരണം നിങ്ങൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യില്ല. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒന്നും അറിയണ്ട, നിങ്ങളുടെ ഒരേ ഒരു ഗോള്, പോവുക, ഐ കോൺടാക്റ്റ് വയ്ക്കുക, വരിക. പെണ്ണുങ്ങൾ അധികമായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ പോകണം, ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ലൈബ്രറി അല്ലെങ്കിൽ എവിടെ ആയാലും അതുപോലുള്ള സ്ഥലത്ത് നിങ്ങൾ പോവുക, ഐ കോൺടാക്റ്റ് വയ്ക്കുക, തിരിച്ചു വരിക. അതല്ല നിങ്ങൾക്ക് വേറെ ഒരു ഗോളുമില്ല. ചെല്ലുക, ഐ കോൺടാക്റ്റ് വയ്ക്കുക, തിരിച്ചു വരിക. 2 മിനിറ്റ് ഒരു പെണ്ണിനെ നോക്കുന്നു, അവൾ തിരിഞ്ഞ് നോക്കുന്നില്ലേ, അടുത്ത പെണ്ണ്
അടുത്ത പെണ്ണിനെ ഐ കോണ്ടാക്റ്റ് വയ്ക്കണം. അവളെ നോക്കുന്നു, അവളും തിരിഞ്ഞു നോക്കുന്നില്ല. സാരമില്ല, പോട്ടെ, അടുത്ത പെണ്ണിൻ്റെ അടുത്തോണം ഐ കോണ്ടാക്റ്റ് വയ്ക്കണം. നിങ്ങൾക്ക് പേടി കാണും. ആ പേടിയോടെ തന്നെ നിങ്ങളൊരു 100 പെണ്ണുങ്ങളെ ഐ കോണ്ടാക്റ്റ് വയ്ക്കുമ്പോൾ പേടി മാറും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറൊരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞുതരാം. നിങ്ങൾ ഏത് സ്റ്റേജിലായാലും ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വെച്ചോണം. അതായത് ഞാനന്ന് പ്ലേ ബോയുടെ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ആ ആറ്റിറ്റ്യൂഡ് പോലെ, അതായത് അടുത്ത പെണ്ണ് ആ ആറ്റിറ്റ്യൂഡ് പോലെ നിങ്ങൾ വേറൊരു ആറ്റിറ്റ്യൂഡ് വയ്ക്കണം. അതായത് നിങ്ങൾ ഏത് സ്റ്റേജിലായാലും, മിണ്ടാൻ പറ്റാത്ത സ്റ്റേജിലാണോ അല്ലെങ്കിൽ ഐ കോണ്ടാക്റ്റ് വയ്ക്കാൻ പറ്റാത്ത സ്റ്റേജിലാണോ, എവിടെ ആയാലും നിങ്ങളുള്ളിൽ ഓർക്കേണ്ടത് ഈ 3 ഫോർമുല. അതായത് ആദ്യം പേടിയോടെ, പിന്നെ ആവറേജായിട്ട്, പിന്നെ കോൺഫിഡൻ്റ് ആയിട്ട്. ഓക്കെ, അതായത് പേടിയോടെ, ആവറേജായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഐ കോണ്ടാക്റ്റ് വയ്ക്കാനാണ് പേടി. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? പേടിയോടെ തന്നെ ഒരു 100 പെണ്ണിനെ നോക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ പേടി കുറച്ച് മാറിക്കിട്ടും. അങ്ങനെ എന്ത് ചെയ്യും? നിങ്ങൾ ആവറേജായിട്ട് സാധാരണ പോലെ നോക്കാൻ പറ്റുമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് പോകും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആവറേജായിട്ട് പെണ്ണുങ്ങളെയൊക്കെ നോക്കാൻ പഠിച്ചു കഴിഞ്ഞ്, അപ്പോൾ ആവറേജായിട്ട് പെണ്ണുങ്ങളെയൊക്കെ നോക്കണം, അങ്ങോട്ട് തന്നെ നോക്കണം. അതായത് നിങ്ങൾ ഒളിയും മറയുന്നുമില്ല. അതായത് ഞാൻ നിന്നെ തന്നെയാണ് നോക്കുന്നത്, നിൻ്റെ കണ്ണിൽ തന്നെയാണ് നോക്കുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെ നിങ്ങൾ നോക്കുവാണ്. അവൾ തിരിഞ്ഞ് നോക്കുന്നില്ലെങ്കിൽ വേറെ പെണ്ണ്, അടുത്ത പെണ്ണ്. ഓക്കെ, അടുത്ത പെണ്ണിൻ്റെ അടുത്ത് പോകുന്നു, ഇത് തന്നെ ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളിൽ മുൻകൂട്ടി നിങ്ങൾ അറിയണം. അതായത് ഞാൻ പോകുന്നത് ഈ പെണ്ണിനോട് ഐ കോണ്ടാക്റ്റ് വയ്ക്കാനാണ്. ഈ പെണ്ണ് തിരിഞ്ഞു നോക്കാനുള്ള ഒരു സാധ്യതയില്ല. അതായത് ഈ പെണ്ണ് എന്നെ മൈൻഡ് ചെയ്യാതിരിക്കാൻ തന്നെയാണ് സാധ്യത. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഡെയിലി ഒരു 10-20 പെണ്ണുങ്ങൾ ഐ കോണ്ടാക്റ്റ് വയ്ക്കണം. ഐ കോണ്ടാക്റ്റ് വയ്ക്കാൻ കിട്ടുന്ന അവസരം ഞാൻ പാഴാക്കത്തില്ല. ഐ കോണ്ടാക്റ്റ് വയ്ക്കും, ഞാൻ തിരിച്ചു വരും. അല്ലാതെ അവളെ പ്രേമിക്കാനല്ല ഞാൻ പോകുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേജിലായാലും നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് ആദ്യം പേടിയോടെ, പിന്നെ ആവറേജായിട്ട്, പിന്നെ കോൺഫിഡൻ്റ് ആയിട്ട്. ആവറേജായിട്ട് നിങ്ങൾ നോക്കാൻ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ പിന്നെ കോൺഫിഡൻ്റ് ആയിട്ട് നോക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ പേടിയോടെ, ആവറേജായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട്. അതായതല്ല ഡോറ ബുജ്ജിക്കകത്ത് പറയത്തില്ലേ, ഡോറ പാലം മുതലക്കുളം അമ്മൂമ്മയുടെ വീട്, പാലം മുതലക്കുളം അമ്മൂമ്മയുടെ വീട്. ഓക്കെ, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പേടിയോടെ, ആവറേജായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട്. നിങ്ങൾ ഏത് കാര്യം ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിലും, നിങ്ങളൊരു പെണ്ണിനോട് ഇതുവരെ മിണ്ടിയിട്ടില്ല, ആദ്യമായിട്ട് മിണ്ടി പഠിക്കാൻ പോകണം. അപ്പം നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ തോന്നണം, ആദ്യം പേടിയോടെ തന്നെ ആയിരിക്കും. എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഞാൻ അറിയാത്തൊരു കാര്യം ചെയ്ത് പഠിക്കാൻ പോവാണ്, അപ്പോൾ ആദ്യം എനിക്ക് പേടി കാണും. ഓക്കെ, അപ്പോൾ പേടിയോടെ ചെയ്യും. കുറേ പേടിയോടെ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ആ പേടി കുറച്ചൊക്കെ മറക്കും. പിന്നെ ആവറേജായിട്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെയാണ് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പഠിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ലെവൽ ഓർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, പേടിയോടെ, ആവറേജായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട്. പേടിയോടെ, ആവറേജായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട്. ഇനി നിങ്ങൾ പേടിക്കുമോ? ഇനി നിങ്ങളൊരു പെണ്ണിനോട് മിണ്ടുമ്പോൾ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ്, എനിക്ക് പേടിയുണ്ട്, പേടി കാണും, കുഴപ്പമില്ല, എനിക്കറിയാം, പേടിയോടെ തന്നെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പേടിയോടെ ചെയ്താലാണ് എനിക്ക് അടുത്ത ലെവലായിട്ടുള്ള ആവറേജിലോട്ട് പോകാൻ പറ്റുന്നത്. അവിടെ നിന്ന് എനിക്ക് കോൺഫിഡൻറ്റിലോട്ട് പോകാൻ പറ്റും. അവിടെയാണ് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും കിടക്കുന്നത്. അവിടെ എത്തണമെങ്കിൽ ഞാനിപ്പോൾ ഈ പേടിയുള്ള സാധനം ചെയ്തേ പറ്റത്തുള്ളൂ, ഈ പേടിയുള്ള കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. പേടിയോടെ ചെയ്യും, പിന്നെ എനിക്ക് ആവറേജായിട്ട് ചെയ്യാൻ പറ്റും, പിന്നെ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ പുറമോട്ട് പോവോ? ഇനി നിങ്ങൾ പേടിക്കുമോ? പേടിക്കത്തില്ല. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ പെണ്ണിനെ അല്ല ചേസ് ചെയ്യാൻ പോകുന്നത്, ഒരു പെൺകുട്ടിയെ അല്ല നിങ്ങൾ ചേസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് മുതൽ നിങ്ങൾ ചേസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കുള്ള അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ് നിങ്ങൾ ചേസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് എവിടെയാണോ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, അത് ആദ്യം പേടിയോടെ ചെയ്യുന്നു, ആവറേജായിട്ട് ചെയ്യുന്നു, കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്നു. പേടിയോടെ ചെയ്യുന്നു, ആവറേജായിട്ട് ചെയ്യുന്നു, കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേൾക്ക്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ ഗോള് നിങ്ങൾ എവിടെ വെച്ചിപ്പം കടയിൽ പോകുമായിരിക്കും, എവിടെ ആയാലും ഇപ്പോൾ ബൈക്ക് ദൂരെ നിന്നൊരു ബൈക്ക് വരുവാണ്, ബൈക്കിൻ്റെ പിന്നിൽ ഒരു പെണ്ണുണ്ട്. ഓക്കെ, ആ പെണ്ണ് അടുത്ത് വരുന്നു, നിങ്ങൾ അവളുടെ മുഖത്തോട്ട് തന്നെ നോക്കുന്നു, ഐ കോണ്ടാക്റ്റ് തന്നെ വെക്കുന്നു, മുഖത്തോട്ട് തന്നെ നോക്കുന്നു. അവളെ മുഖം തിരിക്കുന്നു, കുഴപ്പമില്ല. അടുത്തൊരു പെണ്ണ് വരും, അവളെ നിങ്ങൾ നോക്കണം, അടുത്ത പെണ്ണ്. ഓക്കെ, അവൾ ചിലപ്പോൾ മൈൻഡ് ചെയ്തില്ലായിരിക്കും, പോട്ടെ, അതുകൊണ്ട് അടുത്ത ബൈക്കിൽ വേറൊരു ഡോളി വരുന്നു, അവളെ നോക്കണം. ഓക്കെ, അതുപോലെ ബസ്സിലിരിക്കുകയാണ്, നിങ്ങളിപ്പോൾ റോഡിൽ കൂടെ നടന്നു പോകണം, ഒരു ബസ് വരുന്നു, അതിൽ ഏതെങ്കിലും കിളി ഉണ്ടെങ്കിൽ അവളെ നോക്കുക. ഓക്കെ, ഐ കോണ്ടാക്റ്റ് തന്നെ വയ്ക്കുക. അവൾ മൈൻഡ് ചെയ്തില്ലായിരിക്കും, അവൾ കണ്ണെടുക്കുമായിരിക്കും, ചിലപ്പോൾ ഐ കോണ്ടാക്റ്റ് വയ്ക്കുന്നെങ്കിൽ നോക്കുക. അതുപോലെ പെണ്ണുങ്ങൾ അധികമായിട്ടുള്ള സ്ഥലത്തോട്ട് നിങ്ങൾ പോവുകയാണ്, ഏതെങ്കിലും ഗേൾസ് സ്കൂൾ വിടുന്ന ടൈമിലോ അല്ലെങ്കിൽ സ്കൂൾ വിടുന്ന ടൈമിൽ നിങ്ങൾ ഇറങ്ങുക. മനസ്സിലായോ? നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ തോന്നും അത്രയും ആൾക്കൂട്ടത്തിൽ കൂടെ നടക്കാൻ, അതിലോട്ട് നിങ്ങൾ പോകണം. മനസ്സിലായോ? എവിടെ ആൾക്കൂട്ടം ഉണ്ടോ അവിടെ നിങ്ങൾ കാണണം. മനസ്സിലായോ? എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം എന്ന് പറയുന്ന പോലെ എവിടെ ആൾക്കൂട്ടം ഉണ്ടോ അവിടെ നിങ്ങൾ വേണം. നിങ്ങൾക്ക് ആൾക്കൂട്ടം പേടിയാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ പെണ്ണിനെ അല്ല ചേസ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് മുതൽ നിങ്ങൾ ആൾക്കൂട്ടത്തിനെ തേടി പിടിച്ച് അങ്ങോട്ട് പോകാൻ പോവാണ്. അവിടെ ചെന്ന് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ നിൽക്കുക, പേടിയോടെ തന്നെ നിൽക്കുക, ഒരു 5 മിനിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ആൾക്കൂട്ടം പേടിയാണെങ്കിൽ
ഒരു ഓണപ്പരിപാടി അല്ലെങ്കിൽ കരോൾ, ക്രിസ്മസ് എവിടെയായാലും നിങ്ങളുടെ ഗോൾ ഇതാണ്, ഒരു 5 മിനിറ്റ് ഞാൻ അവിടെ പോയി നിൽക്കാൻ പോവാണ്. പേടിയോടെ തന്നെ നിൽക്കാൻ പോവാണ്. നിങ്ങൾക്ക് ആങ്സൈറ്റി വരും. ആങ്സൈറ്റിയെക്കുറിച്ചൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ പേടിയോടെ തന്നെ ഐ കോൺടാക്റ്റ് വയ്ക്കാൻ പോകണം. ഓക്കെ. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആൾക്കൂട്ടം പേടിയുണ്ടെങ്കിൽ ആൾക്കൂട്ടം ഉള്ളിടത്തോട്ട് പോയിട്ട് ഒരു 5 മിനിറ്റ് ആൾക്കൂട്ടത്തിൽ നിങ്ങൾ നിൽക്കുക. ആ പേടി നിങ്ങൾ അനുഭവിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ. 5 മിനിറ്റ് മാറ്റിയിട്ട് പിന്നെ 10 മിനിറ്റ് ആക്കണം. ഓക്കെ. അങ്ങനെ അനുഭവിക്കുന്നതോറും നിങ്ങളുടെ പേടി മാറും. നിങ്ങളുടെ പേടി നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ കംഫർട്ടബിൾ ആവും. എന്നെ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ അടുത്ത ലെവലിലായി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾക്കുള്ള ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഈ ടൈപ്പ് ആയിരിക്കും. ഓൾറെഡി നിങ്ങൾക്ക് ഐ കോൺടാക്റ്റ് വയ്ക്കാൻ അറിയായിരിക്കും. ഇതുവരെ മിണ്ടിയിട്ടേ ഇല്ല. അതായത് പെണ്ണുങ്ങളോട് മിണ്ടിയിട്ടേ ഇല്ല. പെണ്ണുങ്ങളോട് മിണ്ടാനുള്ള സാഹചര്യമാണെങ്കിൽ അതങ്ങ് ഒഴിവാക്കും. നേരിട്ട് മിണ്ടാനൊന്നും നിൽക്കത്തില്ല. ആ ഒരു ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മിണ്ടാൻ ആഗ്രഹമുള്ളവർ സിറ്റുവേഷൻ അനുസരിച്ച് ഒന്ന് പോയി മിണ്ടിയിട്ട് വരുന്ന പോലെ എന്തെങ്കിലും കാര്യം ചെയ്യണം. ഓക്കെ. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് മുതൽ 10 പെണ്ണുങ്ങളോട് പോയി സമയം ചോദിക്കണം. ഓക്കെ. അറിയാത്ത 10 പെണ്ണുങ്ങളോട് പോയി സമയം ചോദിക്കണം. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ബസ് എവിടെയാണോ നിർത്തുന്നത് അതോ ഇതോ എന്തെങ്കിലും പറഞ്ഞ് ജസ്റ്റ് മിണ്ടണം. അല്ലെങ്കിൽ അടുത്ത് ഇവിടെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന സ്ഥലമുണ്ടോ, അക്ഷയുണ്ടോ, ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് പോയി മിണ്ടിയിട്ട് തിരിച്ച് വരുമല്ലോ നിങ്ങൾ. അതായത് ഒരു വേർഡ് പോയി സംസാരിച്ചിട്ട് തിരിച്ച് വരുന്ന അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം. അടുത്ത് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സിമ്പിളായിട്ട് എന്തെങ്കിലും ചോദിക്കുക തിരിച്ചു വരാം. ഓക്കെ. അതായത് നിങ്ങൾ അവിടെ ഹോൾഡ് ചെയ്യുന്നില്ല, അവിടെ തന്നെ നിൽക്കുന്നില്ല, സംസാരിച്ച് നിൽക്കുന്നില്ല. ജസ്റ്റ് പോവുക. ഒരു 1 വേർഡ് ഉത്തരം പ്രതീക്ഷിക്കുന്നു, 1 വേർഡ് ഉത്തരം തരുന്നു. ചിലപ്പോൾ തരുന്നില്ലായിരിക്കും. ഇതൊന്നും വിഷയമല്ല. പേനയുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഹെൽപ്പ് ചെയ്യാമോ, ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കാമോ, ഇതുപോലെ എന്തെങ്കിലും പറയുന്നു. ജസ്റ്റ് വായിച്ചേൽപ്പിക്കുന്നു. നിങ്ങൾ തിരിച്ചു വരുന്നു. നിങ്ങൾ അവിടെ തന്നെ നിൽക്കേണ്ട. നിങ്ങളുടെ ഒരേ ഒരു ഗോള് ചെല്ലുക, ടൈം ചോദിക്കുക, തിരിച്ചു വരിക. ചെല്ലുക, ഒരു കാര്യത്തിനെ കുറിച്ച് ജസ്റ്റ് ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയുക, തിരിച്ചു വരിക. ഓക്കെ. ഇത് മാത്രമാണ് നിങ്ങളുടെ ഗോള്. ഇതിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ ലെവലിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ. ഈ ലെവലിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളവർ ഇത് കറക്റ്റായിട്ട് ചെയ്യണം. ചെയ്ത് നിങ്ങളുടെ പേടി മാറിക്കിട്ടും. ആ ഒരു ആറ്റിറ്റ്യൂഡ്, പഴയ ആറ്റിറ്റ്യൂഡ് നിങ്ങളങ്ങ് മറക്കും. പുതിയ ആറ്റിറ്റ്യൂഡിലോട് നിങ്ങൾ വരും. ഓക്കെ. അതായത് പുതിയ ആറ്റിറ്റ്യൂഡ് എന്താണ്? എനിക്ക് ഗേൾസിനോട് ജസ്റ്റ് മിണ്ടാനുള്ളതൊക്കെ പറ്റും എന്നുള്ള ആറ്റിറ്റ്യൂഡിലോട്ട് നിങ്ങൾ വരും. ഓക്കെ. ഇനി ഓൾറെഡി ഈ ലെവലുള്ളവർ, അതായത് ജസ്റ്റ് ഗേൾസിനോടൊക്കെ മിണ്ടാൻ എനിക്ക് പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഈ ലെവൽ കംപ്ലീറ്റ് ചെയ്തല്ലോ. ഈ ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പം നിങ്ങൾ ജസ്റ്റ് ഗേളിനോട് മിണ്ടാൻ പറ്റുന്ന ഒരു ലെവൽ വന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓൾറെഡി ഇതേ ലെവലുള്ളവർ നിങ്ങളൊരു 50-60 പെണ്ണുങ്ങളോട് കാര്യത്തോടെ തന്നെ ചെന്ന് മിണ്ടണം. അതായത് നിങ്ങൾ ഇത്രയും നാൾ മിണ്ടിയത് എങ്ങനെയാണ്? എനിക്ക് ജസ്റ്റ് പെണ്ണുങ്ങളോട് മിണ്ടാൻ പറ്റുമെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാവശ്യം വരുമ്പോൾ പോയി മിണ്ടാൻ എനിക്ക് പറ്റും. ബസ് സ്റ്റാൻഡ് എവിടെയാണെന്ന് ഒരു പെണ്ണിനോട് ചോദിക്കണമെങ്കിൽ പോയി ചോദിക്കാൻ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും. ഇന്ന് മുതൽ നിങ്ങൾ ഒരു കാരണം കൊണ്ട് തന്നെ അങ്ങോട്ട് ചെല്ലുവാണ്. അതായത് നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് അറിയേണ്ട ആഗ്രഹമൊന്നുമില്ല, എന്നാലും നിങ്ങൾ ചെന്ന് ചോദിക്കാൻ പോവാണ് ബസ് സ്റ്റാൻഡ് എവിടെയാണ്. ഓക്കെ. അവൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, ഇവന് ബസ് സ്റ്റാൻഡ് എവിടെയാണെന്നൊക്കെ അറിയാമല്ലോ, പിന്നെ എന്തിനാണ് ഒന്ന് ചോദിച്ചോ, അല്ലെങ്കിൽ ഇവൻ ഇവിടെ ഉള്ളതാണോ എന്നൊരു ഡൗട്ടൊക്കെ കാണും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേകിച്ച് കാരണം കണ്ടുപിടിച്ചുകൊണ്ട് മിണ്ടാൻ ചെല്ലുവാണെന്ന് അവൾക്ക് അറിയാമായിരിക്കും. അതൊന്നും നിങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങളുടെ ഒരേ ഒരു ഗോൾ എന്താണ്? അവൾ എന്ത് ചിന്തിക്കുമെന്ന് നിങ്ങൾക്ക് അറിയണ്ട. ഒരേ ഒരു ഗോൾ, ചെല്ലുക, മിണ്ടുക, തിരിച്ചു വരിക. ഓക്കെ. അവൾ തിരിച്ച് മിണ്ടുന്നോ മിണ്ടുന്നില്ല ഇതൊന്നും നിങ്ങൾക്ക് അറിയണ്ട. ചെല്ലുന്നു, മിണ്ടുന്നു, വരുന്നു. ഇതാണ് നിങ്ങളുടെ ഗോൾ. ഓക്കെ. അപ്പം നിങ്ങൾ ഓൾറെഡി ഇവിടെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വാളണ്ടിയറായിട്ട് നിങ്ങൾ തന്നെ, വാളണ്ടിയർ എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെന്ന്, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ തന്നെ ചെന്ന് ഒരാവശ്യമില്ലെങ്കിൽ പോലും ആവശ്യമുള്ളതുപോലെ നിങ്ങൾ അറിയാത്ത ഒരാളിനെ പോലെ നിന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, ഇത് കോട്ടയത്തോട്ടുള്ള ബസ്സല്ലേ, ഇത് കോട്ടയത്ത് സ്റ്റാൻഡുണ്ടോ, ബസ് സ്റ്റാൻഡുണ്ടോ, കോട്ടയത്ത് ബസ് സ്റ്റാൻഡിൽ അകത്ത് കയറുമോ അതോ പുറത്ത് നിൽക്കുമോ, അതോ കോട്ടയത്ത് ബസ് സ്റ്റാൻഡുണ്ടോ, ഇല്ലെങ്കിൽ ആയൂർ പോകണമെങ്കിൽ പറയണം, ഇത് ആയൂർ അടുത്ത സ്റ്റോപ്പ് ആയൂരാണോ, ആയൂരോട്ടിന് എത്ര ദൂരമുണ്ട്, ആയൂർ ബസ് സ്റ്റാൻഡുണ്ടോ, അതിനകത്ത് കയറ്റുമോ അതോ പുറത്ത് തന്നെയാണോ നിൽക്കുന്നത്, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചോ നിങ്ങൾ ഈ ലെവലിൽ തന്നെ നിന്നൊരു 50-60 പെണ്ണുങ്ങളോട് നിങ്ങൾ ഇൻറ്ററാക്റ്റ് ചെയ്യണം. ഓക്കെ. ചെന്ന് നിങ്ങൾ ഇടപെടണം. ഓക്കെ. മനസ്സിലാവും. അപ്പോഴാണ് നിങ്ങളുടെ മൈൻഡിന് മനസ്സിലാവുന്നത്, എന്നെക്കൊണ്ട് ഇങ്ങനെയും പറ്റും, എന്നെക്കൊണ്ട് പറ്റുന്നുണ്ട്, എന്നെക്കൊണ്ട് ഇത് പറ്റുന്നൊരു കാര്യമാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡിലോട്ട് നിങ്ങൾ പോകും. അപ്പോൾ വാമപ്പായിട്ട് നിങ്ങളോട് ഗേൾസിനോട് മിണ്ടാനൊന്നും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യത്തിന് പോയി ചോദിക്കാനൊക്കെ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു വാമപ്പായിട്ട് നിങ്ങൾ ഇതേ കാര്യം തന്നെ ഒരുപാട് ചെയ്യണം. ഓക്കെ. ഒരുപാട് ചെയ്യുമ്പം നിങ്ങളെക്കൊണ്ട് അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ അടുത്ത ലെവലിലോട്ട് പോകണം. ഓക്കെ. അപ്പം ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി സിറ്റുവേഷൻ വൈസായിട്ട് പോയി മിണ്ടിക്കോ. ഓക്കെ. സിറ്റുവേഷൻ അനുസരിച്ച് പോയി എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് മിണ്ടുക. അതായത് ഇത്ര നേരം നിങ്ങൾ ചോദിച്ചത് ബസ് സ്റ്റാൻഡ് അടുത്തുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വരികയല്ല ചെയ്യുന്നത്. ഇനി നിങ്ങൾ ചെയ്യണം, ബസ് സ്റ്റാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് 2 മിനിറ്റ് അവിടെ നിന്നിട്ട് എന്തെങ്കിലും മിണ്ടാൻ നോക്കണം. ഓക്കെ. നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഈ സ്റ്റേജിലെത്തുമ്പോൾ വന്ന് കാണും. ഓക്കെ. നിങ്ങൾ ഇവിടെ നിന്നിട്ട് ബസ് സ്റ്റാൻഡ് ചെയ്താലേ, ഓക്കെ കോട്ടയത്തോട്ടൊക്കെ ഇവിടുന്ന് ബസ് കിട്ടുമോ, അല്ലെങ്കിൽ കന്യാകുമാരിയിലോട്ട് ബസ് കിട്ടുമോ, എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. ഓക്കെ. ചോദിച്ചിട്ട് ജസ്റ്റ് മിണ്ടി തുടങ്ങുക. പേരെന്താ, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് അപ്രോച്ചിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ.
അതുപോലുള്ള ചെയ്ത് തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഫോം കൊണ്ടുവന്നിട്ട് ഒരു പെണ്ണിൻ്റെ കൊടുത്തിട്ട് ഇതൊന്ന് പൂരിപ്പിച്ച് തരുമോ, അല്ലെങ്കിൽ ഈ ഫോം ഒന്ന് ഇത് ചെയ്ത് തരുമോ. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് അർജുൻ ചെയ്യുന്ന, മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ ചെയ്യുന്നത്, ഈ ബസ് കൂലിക്ക് വേണ്ടിയിട്ട് ചില്ലറ വാങ്ങും. അതായത് 10 രൂപയുടെ നോട്ട് പെണ്ണുങ്ങളെ കൊടുത്തിട്ട് ഇതൊന്ന് ചില്ലറ ആക്കി തരുമോ, അല്ലെങ്കിൽ എനിക്ക് ബസ്സിന് കൊടുക്കാനോ ചില്ലറ തരുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊന്ന് ഓപ്പൺ ആവും. അതായത് ജസ്റ്റ് ഒന്ന് മിണ്ടി തുടങ്ങാൻ വേണ്ടി എന്തെങ്കിലും ചെന്ന് പറയും. എന്നിട്ട് അവിടെ നിന്നിട്ട് ഏത് കോളേജിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നീ എൻ്റെ കോളേജിലുള്ളതല്ലേ, നീ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, അല്ലെങ്കിൽ നീ ഏത് കോഴ്സാണ്, അല്ലെങ്കിൽ എന്താ പഠിക്കുന്നത്, എന്തെങ്കിലും ചോദിച്ച് ജസ്റ്റ് മിണ്ടുക. ഓക്കെ, അതായത് ജസ്റ്റ് മിണ്ടുക, തിരിച്ചു വരിക. ആദ്യം നിങ്ങളുടെ ഗോൾ എന്തുമായിരുന്നു, നിങ്ങൾ താഴത്തെ സ്റ്റേജിൽ നിങ്ങൾ ചെയ്തത്, അതായത് മുമ്പുള്ള സ്റ്റേജിൽ നിങ്ങൾ ചെയ്തത്, ഇപ്പോൾ ചില്ലറ വാങ്ങാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ 10 രൂപയുടെ ചില്ലറ വാങ്ങുന്നു, വരുന്നു. ഇപ്പോൾ ഈ സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചില്ലറ വാങ്ങിയിട്ട് 2 മിനിറ്റ് സംസാരിച്ചിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ചില്ലറ വാങ്ങുന്നു, 2 മിനിറ്റ് സംസാരിക്കുന്നു, വരുന്നു. മുമ്പ് നിങ്ങളെന്താണ് ഒരു ഫോം പൂരിപ്പിച്ച് തരുമോ, അല്ലെങ്കിൽ അതുമല്ലായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ഫോം പൂരിപ്പിച്ച് തരുന്നെങ്കിൽ നീ എന്തിനാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ എന്താവശ്യത്തിനാണ് വന്നത്, ഇപ്പോൾ അക്ഷയയിൽ വെച്ചായിരിക്കും. അപ്പോൾ പറയണം എന്തിനാണ് വന്നത്, സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് വന്നത്. ഓക്കെ, ജസ്റ്റ് 2 മിനിറ്റ് സംസാരിക്കുന്നു, വരുന്നു. ഓക്കെ, ഇത് തന്നെ നിങ്ങൾ ആവർത്തിക്കണം. മനസ്സിലായി. ഇപ്പോൾ ATM കാർഡിൽ വെച്ചാണ് ATM കൗണ്ടറിൽ വെച്ചാണ് കാണുന്നതെങ്കിൽ ഈ ATM വർക്കാവുമോ, പൈസ കിട്ടുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നു, നിങ്ങൾ തിരിച്ചു വരുന്നു. ഈ സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് ATM വർക്കാവുമോ എന്ന് ചോദിക്കുന്നു, അവൾ ജസ്റ്റ് മിണ്ടുന്നു. എന്നിട്ട് നിങ്ങൾ എക്സ്ട്രാ ഒരു 2 മിനിറ്റ് സംസാരിക്കുന്നു. അതായത് ഏത് വീട്ടിലാണ്, അപ്പോൾ പറയും ഇവിടെ അടുത്ത് തന്നെയുള്ള, നിന്നെ കണ്ടിട്ടുണ്ടല്ലോ, ഈ സ്കൂളിൽ പഠിച്ചാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുക. 2 മിനിറ്റ് മിണ്ടുക, അവളെ ഫ്രീ ആയിട്ട് വിടുക, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുക. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഇതുപോലെ കുറേ പെണ്ണുങ്ങളോട് നിങ്ങൾ മിണ്ടണം. ഓക്കെ, ഇത് തന്നെ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഒരു 100 പെണ്ണുങ്ങളോട് നിങ്ങൾ ഇതുപോലെ മിണ്ടണം. മിണ്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ജസ്റ്റ് ഒരു പെണ്ണിനോട് 2 മിനിറ്റ് മിണ്ടുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ, അല്ലാതെ അവളെ പ്രേമിക്കണമെന്നോ കല്യാണം കഴിക്കണമെന്നോ പിള്ളേർ വേണമെന്നോ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ മിണ്ടുന്നു, തിരിച്ചു വരുന്നു. ഇനി നിങ്ങൾ പേടിക്കത്തില്ല. ജസ്റ്റ് നിങ്ങൾ മിണ്ടുന്നു, ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് 2 മിനിറ്റ് എവിടാ വീട്, അല്ലെങ്കിൽ ഏത് സ്കൂളിലാണ്, ഓക്കെ, മിണ്ടുന്നു, അവളെ വിടുന്നു. നിങ്ങൾ അടുത്ത പെണ്ണിൻ്റെ അടുത്ത് പോകുന്നു, ഇത് തന്നെ ആവർത്തിക്കുന്നു. ജസ്റ്റ് മിണ്ടുന്നു, അവളെ വിടുന്നു. മനസ്സിലായി. അല്ലാതെ അവളോട് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈൻ അടിക്കാനോ ഫ്ലേർട്ട് ചെയ്യാനോ ഒന്നും നിൽക്കുന്നില്ല. നിങ്ങളുടെ ഒരേ ഒരു ഗോള് എന്തെങ്കിലും സിറ്റുവേഷൻ വെച്ച് തുടങ്ങുക. 2 മിനിറ്റ് എന്തെങ്കിലും സംസാരിക്കുക. പേര് ചോദിക്കാൻ പറ്റുമെങ്കിൽ പേര് ചോദിക്കുക, ഏത് കോളേജ്, ഏത് സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്, എന്തെങ്കിലും ചോദിക്കുക. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, തിരിച്ചു വരിക, അടുത്ത പെണ്ണിനോട് ഇത് തന്നെ ആവർത്തിക്കുക. ഓക്കെ, മുമ്പത്തെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മറക്കണ്ട. ആദ്യം പേടിയോടെ, പിന്നെ ആവറേജ് ആയിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട്. ഓക്കെ, ആദ്യം പേടിയോടെ മിണ്ടുക. ഓക്കെ, സ്റ്റേജ് കവറാക്കുക. അങ്ങനെ ഒരു 50 പെണ്ണുങ്ങളോട് മിണ്ടുക. പിന്നെ ആവറേജ് ആയിട്ട് ഒരു 50 പെണ്ണുങ്ങളോട് മിണ്ടുക. പിന്നെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ തന്നെ പോയി മിണ്ടിക്കോളൂ. നിങ്ങൾക്ക് ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമില്ല, ഒരു യൂട്യൂബ് ടിപ്പിൻ്റെ ആവശ്യമില്ല. അത്രയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ തന്നെ പോയി മിണ്ടിക്കോളും. മനസ്സിലായോ? ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അതായത് ഒരു ആറ്റിറ്റ്യൂഡോടെ നിങ്ങൾ വയ്ക്കണം. ആ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു 20 പെണ്ണുങ്ങളോട് പോയി അങ്ങോട്ട് മിണ്ടുവാണ്, ഐ കോണ്ടാക്റ്റ് വയ്ക്കുവാണ്, അല്ലെങ്കിൽ ഹായ് കാണിക്കുവാണ്, ചിരിച്ച് കാണിക്കുവാണ്. ഓക്കെ, 20 പെണ്ണുങ്ങളിൽ 3 പെണ്ണുങ്ങളെ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ പോസിറ്റീവായിട്ട്. അപ്പം നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് വേണം ചെല്ലാൻ. ഒരു 20 പെണ്ണുങ്ങളോട് ഐ കോണ്ടാക്റ്റ് വയ്ക്കുമ്പോൾ അവർ തിരിഞ്ഞ് നോക്കത്തില്ല. ഓക്കെ, 3 പെണ്ണുങ്ങളായിരിക്കും ജസ്റ്റ് നിങ്ങളെ നോക്കുന്നത്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഉള്ളിൽ വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങളിപ്പോൾ ഒരു പെണ്ണിനെ നോക്കുമ്പം അവൾ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, 20 പെണ്ണുങ്ങളെ ഞാൻ നോക്കിയാലും 3 പെണ്ണുങ്ങളെ എന്നെ നോക്കത്തുള്ളൂ. അപ്പോൾ ഈ പെണ്ണ് അവോയ്ഡ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. ഇനി നിങ്ങൾ പേടിക്കോ, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കോ, അയ്യോ എന്നെ റിജക്റ്റ് ചെയ്ത്, എന്നെ തിരിഞ്ഞ് നോക്കിയില്ല, അങ്ങനെ ചിന്തിക്കോ? നിങ്ങൾ ഇതെല്ലാം സ്വീകരിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഒരു പെണ്ണിനോട് ഐ കോണ്ടാക്റ്റ് വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഞാനൊരു 20 പെണ്ണിൽ ഐ കോണ്ടാക്റ്റ് വെച്ചാൽ അത് ഈ 3 പെണ്ണുങ്ങളെ എന്നെ നോക്കത്തുള്ളൂ. അപ്പോൾ ഇതെനിക്ക് മുന്നേ അറിയാം, എനിക്ക് മുമ്പേ അറിയാം ഇത്. അവൾ എന്നെ തിരിഞ്ഞ് നോക്കത്തില്ല. തിരിഞ്ഞ് നോക്കാനുള്ള ചാൻസ് വെറും 20-ൽ 3 മാത്രമാണ് ചാൻസ്. അതെനിക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്കത് വലിയൊരു പ്രശ്നമാണോ? അവൾ നോക്കിയില്ലെങ്കിൽ അതൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായി? അതായത് നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ അറിയാം, അവൾ നോക്കിയില്ല, ഇതൊരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ഇതാണോ ഇത്ര വലിയ കാര്യം? എനിക്കറിയാമല്ലോ, 20 പെണ്ണുങ്ങളിൽ 3 പെണ്ണുങ്ങളെ എന്നെ നോക്കത്തുള്ളൂ. അതെനിക്കറിയാം. ഇവൾ നോക്കിയില്ലേ, ഞാൻ എന്തിനാ വരണ്ടു പോകുന്നത്? അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിലോട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പൊയ്ക്കോളും. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഓർക്കണം. 20 ഗേൾസിനോട് നിങ്ങൾ ചെന്ന് അപ്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഏത് ലെവലിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും 20 ഗേൾസിൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പം അത് 3 എണ്ണമേ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ അടുത്ത ലെവലിലോട്ട് പോകണം. അടുത്ത ലെവലിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ലെവലിൽ നിങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെണ്ണിനോട് സാധാരണ പോലെ മിണ്ടാൻ പഠിച്ച് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം?
ഈ ലെവലിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഓൾറെഡി നിങ്ങൾ ഈ ലെവലിലാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചു, അതായത് ജസ്റ്റ് മിണ്ടാനൊക്കെ അറിയാം, മിണ്ടുന്നൊക്കെ ഉണ്ട്, അതായത് ജസ്റ്റ് സംസാരിക്കാനേ അറിയത്തുള്ളൂ, അതിൽ കൂടുതൽ എനിക്കറിയത്തില്ല. ഒരു പെണ്ണിനോട് ജസ്റ്റ് പോയി മിണ്ടാനൊക്കെ എനിക്കറിയാം, ഹായ് ഹലോ എന്താ പരിപാടി, അല്ലെങ്കിൽ ഏത് വീട്ടിലാണ്, അല്ലെങ്കിൽ ഏത് സ്കൂളിലാണ്, ഇത്രയും നിങ്ങൾക്ക് അറിയത്തുള്ളൂ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ആ ലെവലിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മുമ്പത്തെ ലെവൽ കഴിഞ്ഞ് ഈ ലെവലിൽ വന്നവർ, അപ്പം മുമ്പത്തെ ലെവൽ കഴിഞ്ഞ് ഈ ലെവൽ വന്നവരും കാണും, ഓൾറെഡി ഈ ലെവലിൽ ഉള്ളവരും കാണും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ സ്റ്റേജിൽ തന്നെ നിങ്ങൾ കുറേ കിടന്ന് കളിക്കണം. ഓക്കെ, അതായത് ഓൾറെഡി ഈ ലെവലിലുള്ളവർ കൂടുതൽ പേരെ പോയി പരിചയപ്പെടണം, സിറ്റുവേഷൻ അനുസരിച്ച് പോയി സംസാരിച്ചിട്ട് അവസരം കിട്ടുന്നെങ്കിൽ നാച്ചുറലായിട്ട് ആണുങ്ങളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കണം. ഓക്കെ, അതായത് നിങ്ങൾ ഒരു പെണ്ണിനോട് ജസ്റ്റ് മിണ്ടാനുള്ള ധൈര്യമൊക്കെ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതിൽ കൂടുതലാണ് നിങ്ങൾക്ക് പറ്റാത്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്റ്റേജിൽ നിങ്ങൾ നാച്ചുറലായിട്ട് സംസാരിച്ച് പഠിക്കണം. ഓക്കെ, അതായത് ഒരു പെണ്ണിനോട് മിണ്ടാൻ സ്പെഷ്യൽ ലാംഗ്വേജ് ഒന്നും വേണ്ട, ആണിനോട് എങ്ങനെ മിണ്ടുന്നു അതുപോലെയാണ് മിണ്ടേണ്ടത് തുടക്കത്തിൽ. ഓക്കെ, തുടക്കത്തിൽ അത്ര തന്നെ ധാരാളമാണ്, ഒരാണിനോട് എങ്ങനെ മിണ്ടുന്നു അതുപോലെ. അപ്പം ഒരാണിനോട് മിണ്ടുന്നത് പോലെ ഒരു പെണ്ണിനോട് മിണ്ടി പഠിക്കേണ്ട സ്റ്റേജാണ് ഇവിടെ നിങ്ങളത് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് അടുത്ത ലെവലിലോട്ട് പോകാനും നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ താല്പര്യം കോൺഫിഡൻ്റ് ആയിട്ട് കാണിക്കാനും നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഈ ലെവൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയേ പറ്റത്തുള്ളൂ. ഈ ലെവലിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് പേരോട് പോയി പരിചയപ്പെട്ടിട്ട് ആണുങ്ങളോട് മിണ്ടുന്ന പോലെ നിങ്ങൾ മിണ്ടി പഠിക്കണം. അങ്ങനെ ഒരു 50, 60, 70. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം, നിങ്ങൾ ഏത് സ്റ്റേജിലായാലും, ഞാൻ മുമ്പ് പറഞ്ഞ പല സ്റ്റേജ് ഉണ്ടല്ലോ, അവിടെ എല്ലാം നിങ്ങൾ കോമൺ ആയിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആൾക്കൂട്ടം പേടിയുള്ള ആളാണെങ്കിൽ ആൾക്കൂട്ടം തേടി പിടിച്ച് പോയിരിക്കണം. ഓക്കെ, എവിടെ ആൾക്കൂട്ടം ഉണ്ടോ അവിടെ നിങ്ങൾ കാണണം. അതായത് ഒരാൾക്കൂട്ടം കണ്ടാൽ ആ നാട്ടിലുള്ള ഒരു പയ്യൻ പറയണം, അതായത് അവിടെ ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ അവിടെ ലാഭം കാണും, ഉറപ്പായിട്ടും ആ മൈരൻ അവിടെ കാണും എന്ന് പറയാൻ പറ്റണം. അതുപോലെ നിങ്ങൾ ആൾക്കൂട്ടം തേടി പിടിച്ച് പോകുന്നവനായിരിക്കണം. ഓക്കെ, ഒരു കരോളോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം അറിയാം നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമെന്ന്. അമ്മാതിരി ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് നിങ്ങൾ പോകണം. ആൾക്കൂട്ടത്തിനെ നിങ്ങൾ തേടി പിടിച്ച് ചേസ് ചെയ്യണം. ഓക്കെ, മനസ്സിലായി? ഈ ആറ്റിറ്റ്യൂഡ് വേണം നിങ്ങൾ നിൽക്കാൻ. അപ്പോൾ ആൾക്കൂട്ടത്തിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യൽ. നിങ്ങൾക്ക് ഏത് സ്റ്റേജാണോ, നിങ്ങൾക്ക് ചെറിയൊരു പേടിയാണ്, നിങ്ങൾക്ക് പിന്തിരിഞ്ഞ് പോകാൻ തോന്നുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാലെടുത്ത് വയ്ക്കുക, ഒരു 5 മിനിറ്റ് അവിടെ നിൽക്കുക, എസ്കേപ്പ് ആവുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പേടിയോടെ ചെയ്ത് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇച്ചിരി ആവറേജായിട്ട് കുറച്ച് പേടി കാണും, എന്നാലും നിങ്ങൾ നിന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നിന്ന് പഠിക്കും. ഓക്കെ, മനസ്സിലായി? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്റ്റേജിലാണ് നിങ്ങളുള്ളതെങ്കിൽ ആണുങ്ങളോട് മിണ്ടുന്ന പോലെ മിണ്ടി പഠിക്കണം. ഓക്കെ, അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ആണുങ്ങളോട് എങ്ങനെയാണോ തമാശ പറഞ്ഞ് മിണ്ടുന്നത് അതുപോലെ മിണ്ടി പഠിക്കണം. ആണുങ്ങളെ എങ്ങനെ കളിയാക്കുന്നോ അതുപോലെ കളിയാക്കി പഠിക്കണം. അവളെ വലിയ പൊസിഷനിൽ നിങ്ങൾ എടുത്ത് വെക്കേണ്ട. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ടൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്യും. അതായത് ഒരു പെണ്ണിനെ സ്പെഷ്യലായിട്ട് കാണണ്ട, സാധാരണ പോലെ കണ്ടാൽ മതി. നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു ഭംഗിയുള്ള പെണ്ണായിരിക്കും, പക്ഷേ ആ പെണ്ണ് അവളെക്കാളും കളറ് കുറഞ്ഞ ആണിനെ ഇഷ്ടപ്പെടും, അവളെക്കാളും ഭംഗി കുറഞ്ഞ ആണിനെ ഇഷ്ടപ്പെടും. ഇതെങ്ങനെ സംഭവിച്ചു? ഓക്കെ, അപ്പം അവൻ ആ പെണ്ണിനെ സാധാരണ ഒരു പെണ്ണായിട്ടേ കാണത്തുള്ളൂ, അല്ലാതെ അവൻ ദേവതയെ പോലെ മാലാഖയെ പോലൊന്നും അല്ല കാണുന്നത്, സാധാരണ ഒരു പെണ്ണായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പോയിൻ്റ് ഓഫ് വ്യൂ കിട്ടും. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനുവേണ്ടി ഒരു വീഡിയോ തന്നെ ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇത്ര അറിഞ്ഞിരിക്കുക, ഒരു പെണ്ണിനെ സാധാരണ പെണ്ണായിട്ട് കണ്ട് സാധാരണ പോലെ നിങ്ങൾ സംസാരിക്കണം, സാധാരണ പോലെ കോമഡി പറയണം. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നാച്ചുറലായിട്ട് ഒരു പെണ്ണിനോട് പോയി സംസാരിക്കുക, തിരിച്ചു വരാം. ഓക്കെ, ഇത് തന്നെ നിങ്ങൾ ആവർത്തിക്കുക. ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുന്നെങ്കിൽ മിണ്ടാനുള്ള അവസരം ഉണ്ടാവും നോക്കുക, പോവുക, മിണ്ടുക, ഐ കോണ്ടാക്റ്റ് വയ്ക്കുക. ഓക്കെ, ഐ കോണ്ടാക്റ്റ് 2 മിനിറ്റ് വയ്ക്കുക. ഐ കോണ്ടാക്റ്റ് വെച്ചിട്ട് അവർക്ക് മിണ്ടാനുള്ള ഇതുണ്ടെങ്കിൽ ചെന്ന് മിണ്ടുക. അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ചെന്ന് മിണ്ടിയിട്ട് ഏത് കോളേജാണ്, എവിടെയാണ് പഠിക്കുന്നത്, ഏത് കോഴ്സാണ് പഠിക്കുന്നത്, ഞാൻ ഇതാണ് പഠിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയാം. ഏത് സ്കൂളിലാണ് നീ പഠിച്ചത്, പണ്ട് ഏത് സ്കൂളിലാണ് പഠിച്ചത്, ഓക്കെ ഇതൊക്കെ പറയാൻ മിണ്ടുക. എന്തെങ്കിലും പറഞ്ഞ് മിണ്ടുക. 5 മിനിറ്റ് നാച്ചുറലായിട്ട് സംസാരിക്കുക. ഓക്കെ, ഇപ്പം ഒരു കോളേജ് കഴിഞ്ഞൊരു പെണ്ണ് നടന്നു വരികയാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവളോട് ചോദിക്കണം, ഇന്ന് കോളേജ് ഉണ്ടായിരുന്നോ, ഇന്ന് ഉച്ച വരെ ഉള്ളായിരുന്നോ കോളേജ്, അല്ലെങ്കിൽ സ്കൂൾ യൂണിഫോമിൽ ഒരു പെണ്ണ് വയ്ക്കുക. മൈനർ ഗേൾസിനെ നിങ്ങളൊന്നും ചെയ്യേണ്ട, മൈനർ ഗേൾസിനെ വിട്ടേര്. ഞാൻ പറയുന്നത് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണ്. ഓക്കെ, കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണ്, അവളോട് കാണുമ്പോൾ പറയണം, ഇന്ന് കോളേജില്ലേ. അവൾ ചിലപ്പോൾ രാവിലെ കോളേജിൽ നിന്ന് തിരിച്ച് വരുമായിരിക്കും, അപ്പോൾ പറയണം, ഇന്ന് കോളേജില്ലേ, എന്ത് പറ്റിയ, സ്ട്രൈക്കാണോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാം. 2 മിനിറ്റ് സംസാരിക്കുക, അവനവൻ്റെ പണി നോക്കുക. ഓക്കെ, എന്നിട്ട് അടുത്ത പെണ്ണിനോട് പോയി മിണ്ടുക, അവനവൻ്റെ പണി നോക്കുക. ഇപ്പം ഉച്ചയ്ക്ക് കോളേജിൽ നിന്ന് വരുന്ന പെണ്ണാണെങ്കിൽ ചോദിക്കുക, ഇന്ന് കോളേജ് ഉണ്ടായിരുന്നോ, ഇന്ന് ഉച്ച വരെ ഉള്ളായിരുന്നോ. 2 മിനിറ്റ് സംസാരിക്കുക. ഓക്കെ, നീ ഏതാണ് പഠിക്കുന്നത്, എന്താണ് പഠിക്കുന്നത്, 2 മിനിറ്റ് സംസാരിക്കുക. അവളുടെ വഴിക്ക് വിടുക, അവളെ അങ്ങ് ഉപേക്ഷിക്കുക, അടുത്ത പെണ്ണിൻ്റെ അടുത്ത് പോവുക. ഇത് തന്നെ ചെയ്യുക. ഒരു പെണ്ണിനോട് നിങ്ങൾ പോയി മിണ്ടുക, അവൾ നിങ്ങളോട് മിണ്ടുന്നുണ്ടെങ്കിൽ ഏത് കോളേജാണ്, എന്താ, നാച്ചുറലായിട്ട് മിണ്ടുക. അവളോട് കോമഡി പറയാൻ നോക്കുമെങ്കിൽ നാച്ചുറലായിട്ട് ഒരാണിനോട് കോമഡി പറയുന്ന പോലെ
മിണ്ടി പഠിക്കുക. ഓക്കെ, നിങ്ങളുടെ ഒരേ ഒരു ഗോള് മിണ്ടി പഠിക്കാനാണ് നിങ്ങൾ പോകുന്നത്, അല്ലാതെ അവളെ വളയ്ക്കാനോ ഫ്ലേർട്ട് ചെയ്യാനോ ഒന്നും നിങ്ങളുടെ ഉദ്ദേശമില്ല. ഓക്കെ, ഇത്ര നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ടും കാണും, തേർഡ് പാർട്ടും കാണും, ഫോർത്തും എല്ലാം കാണും. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു പെണ്ണിനോട് നിങ്ങൾ ഏത് സ്റ്റേജിലാണോ ഉള്ളത്, ഒരു പെണ്ണിനോട് ഇടപെടാൻ നിങ്ങൾക്ക് പേടിയുണ്ട് എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലാണോ, ഐ കോൺടാക്റ്റ് ആണെങ്കിൽ ഐ കോൺടാക്റ്റ് വയ്ക്കാൻ നിങ്ങൾ പഠിക്കണം. അതിൻ്റെ ഫോർമുല നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പേടിയോടെ, കോൺഫിഡൻ്റ് ആയിട്ട്, ധൈര്യത്തോടെ. ഓക്കെ, പേടിയോടെ ആവറേജായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട്. ഓക്കെ, പേടിയോടെ ആവറേജായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മറക്കല്. അതുപോലെ പ്ലേ ബോയുടെ മറ്റേ ആറ്റിറ്റ്യൂഡ്, അടുത്ത പെണ്ണ്. നിങ്ങളെ ഈ സ്റ്റേജിലോട്ട് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ പ്ലേ ബോയുടെ ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയാണ് മുന്നേ ഞാൻ ആ വീഡിയോ ഇട്ടത്. അപ്പം അടുത്ത പെണ്ണ് ഈ ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കാം. അതായത് നിങ്ങളിപ്പോൾ ഈ പ്രോസസ്സിൽ എവിടെയെങ്കിലും തോറ്റുപോയി, അതായത് ചെന്ന് മിണ്ടുമ്പോൾ ഫെയിലായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന ആറ്റിറ്റ്യൂഡ്, ഇറ്റ്സ് ഹാപ്പൻഡ്, നടന്നു, അതിനിപ്പോൾ എന്താ അടുത്തത്. ഓക്കെ, അത് ഒരു പെണ്ണ് റിജക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് മിണ്ടിയപ്പം മിണ്ടിയില്ല, ഓക്കെ, അതിനിപ്പോൾ എന്താ, ഇത് ഇത്ര വലിയ കാര്യമാണോ? അല്ല, എനിക്കറിയാമല്ലോ, ഒരു പെണ്ണിനോട് മിണ്ടുമ്പം 20 പെണ്ണുങ്ങളോട് മിണ്ടിയാൽ 3 പെണ്ണുങ്ങളെ തിരിച്ചെന്നോട് മിണ്ടും, എനിക്കറിയാം. ഇറ്റ്സ് ഹാപ്പൻഡ്, നടന്നു, അടുത്തത്. അല്ല, നിങ്ങളുടെ കോൺഫിഡൻസ് അവിടെ ഉറപ്പായിട്ടും കുറയാൻ സാധ്യതയുണ്ട്, അതിന് സമ്മതിക്കരുത്. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണം. അടുത്ത പെണ്ണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഒരു ലെവൽ കംപ്ലീറ്റ് ആക്കാൻ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും എടുക്കും. അതല്ല, നിങ്ങൾ 2 ആഴ്ചയെങ്കിലും എടുക്കും. നിങ്ങൾ ഡെയിലി പ്രാക്ടീസിന് വേണ്ടി ഇറങ്ങുവാണെങ്കിൽ ഒരാഴ്ച. ഓക്കെ, കുറഞ്ഞത് 2 ആഴ്ച നിങ്ങൾക്ക് എടുക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മാറ്റമൊന്നും ഇല്ലയെന്ന് വെച്ചിരിക്കരുത്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ പേടി കാണും. അപ്പോൾ നിങ്ങൾ 1-2 തവണ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കരുത് മാറ്റമില്ലെന്ന്. മൈക്രോ ആയിട്ട് മാറ്റം വരും. നിങ്ങൾ ഓരോ തവണ നിങ്ങൾ കംഫർട്ടബിൾ അല്ലാത്ത കാര്യം ചെയ്യുമ്പോഴും മൈക്രോ ആയിട്ടായിരിക്കും മാറ്റം വരുന്നത്. ഒരു വലിയ മാറ്റമാണെങ്കിലേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഉള്ളിൽ ചിന്തിക്കേണ്ടത്, ഞാനൊരു ഗേളിനോട് ഐ കോൺടാക്റ്റ് വയ്ക്കുന്നുണ്ട്, എനിക്ക് മാറ്റമൊന്നും ഇല്ലെന്നല്ല, മാറ്റമുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ ചെറിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. ഓരോ ഗേളിനോട് മിണ്ടുമ്പോഴും 1 സെൻറ്റിമീറ്റർ വ്യത്യാസത്തിലാണ് മാറ്റം നടക്കുന്നത്. അപ്പോൾ എനിക്കത് അറിയാൻ പറ്റത്തില്ല. ഒരു വലിയ മാറ്റമാണെങ്കിലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. ചെറിയ മാറ്റങ്ങൾ എൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്, എനിക്കത് അറിയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഒരിക്കലും ഞാൻ പുറമോട്ട് പോകത്തില്ല, ഈ സ്റ്റേജ് ഞാൻ കംപ്ലീറ്റ് ആക്കും എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. ചിലപ്പോൾ നിങ്ങൾ 3 ആഴ്ച, ചിലപ്പോൾ 4 ആഴ്ച എടുക്കുമായിരിക്കും. എന്നാലും നിങ്ങൾ ആ സ്റ്റേജ് കംപ്ലീറ്റ് ആക്കണം. 100 ഗേൾസിനോടെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. ഒരു ബുക്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യുന്നത് എക്സ്ക്യൂസ് പറയല്ല. അതായത് ഇത്രയും പറഞ്ഞു തന്നിട്ട് ഇല്ല ഞങ്ങളുടെ അവിടെ പെണ്ണുങ്ങളൊന്നുമില്ല, ആൾക്കൂട്ടമൊന്നുമില്ല, ഞങ്ങളെവിടെ പോവും, എന്ത് ചെയ്യും, അതായത് ഇല്ല ഇവിടെ നിന്ന് പെണ്ണുങ്ങളേ ഇല്ല, പെണ്ണുങ്ങളില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ എങ്ങനെ ചെയ്യും എന്നല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ എക്സ്ക്യൂസ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവസാനം വരെ സിംഗിളായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, നിങ്ങൾ പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് നിങ്ങൾ തേടിപ്പിടിച്ച് പോകണം. ഓക്കെ, പെണ്ണുങ്ങളുള്ള സ്ഥലം അല്ലെങ്കിൽ ആൾക്കൂട്ടമുള്ള സ്ഥലം നിങ്ങൾ തേടിപ്പിടിച്ച് പോകണം. ഓക്കെ, അതല്ല ഇപ്പം ഒരു ഡോക്ടർ പറയുവാണ്, ഈ രോഗിക്ക് ഇത്ര കുഴപ്പമുണ്ട്, 2 കുപ്പി ബ്ലഡ് കുത്തിവെക്കണം, അതുപോലെ ഇത്ര ഗുളികകൾ വാങ്ങണം, അത് വാങ്ങാൻ കാശില്ലെന്ന് ഒരാൾ എക്സ്ക്യൂസ് പറയുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രോഗി രക്ഷപ്പെടത്തില്ല. ഓക്കെ, കാശില്ല, അതൊരു മെയിൻ പ്രശ്നമാണ്. പക്ഷേ ആ ഡോക്ടറിൻ്റെ ഉത്തരം എന്താ, ഇത് കൊടുത്തില്ലെങ്കിൽ രോഗി മരിച്ചു, ഇത് കൊടുത്തില്ലെങ്കിൽ രോഗി രക്ഷപ്പെടത്തില്ല. അതുപോലൊരു ആൻസറാണ്. നിങ്ങൾ എക്സ്ക്യൂസ് പറഞ്ഞിരിക്കുവാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പറഞ്ഞത് സത്യമായിരിക്കും, നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഉള്ളത് സത്യസന്ധമായിട്ടുള്ള എക്സ്ക്യൂസ് ആയിരിക്കും. എന്നാൽ പോലും അതില്ലെങ്കിൽ, ഇതുപോലെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുമെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സ്ക്യൂസൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്നങ്ങ് ഇറങ്ങുക. ഓക്കെ, നിങ്ങൾ എക്സ്ക്യൂസ് മാറ്റി വെച്ചിട്ട് ഇറങ്ങുക. അല്ലെങ്കിൽ നിങ്ങളിപ്പം ഇല്ല ഞങ്ങളുടെ അവിടെ പെണ്ണുങ്ങളില്ല, ആൻറ്റി പോലും ഇല്ല, ചേച്ചി പോലും ഇല്ല, ഒരു പാർട്ടി പോലും ഇല്ലാത്ത പാതാളക്കുഴിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളിരുന്നാൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല. ഓക്കെ.